മൂഴിയാർ ഡാം തുറന്നതോടെ ആശങ്കയിലായി പത്തനംതിട്ട റാന്നി. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലായി. സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിന്റെ 1-ാം നിലയും വെള്ളത്തിൽ മുങ്ങി. ലക്ഷങ്ങളുടെ വ്യവസായ നഷ്ടവും കാർഷിക നഷ്ടവുമാണ് പ്രദേശത്തുണ്ടായത്. കോന്നിയിൽ നിന്ന് രജീഷാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. രജീഷ്, എന്താണ് നിലവിൽ അവിടെയുള്ള അവസ്ഥ? അവിടെ അതിശക്തമായ മഴ തുടരുന്നുണ്ടോ? വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണോ? നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെട്ട സാഹചര്യമില്ല, അല്പം കുറവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കോന്നിയിലെ താലൂക്ക് ആശുപത്രിയിൽ അവലോകന യോഗം ചേരുകയാണ്. മന്ത്രി AP അനിൽകുമാറും റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറും പത്തനംതിട്ട ചുമതലയുള്ള PC വിശ്വനാഥും സ്ഥലത്തെ MLA പടകളും മധു അടക്കമുള്ളവർ ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ ശബരിമല മേഖലയിലൊക്കെ അതിൻ്റെ കിഴക്കൻ മേഖലയിലൊക്കെ പെയ്ത മഴ അല്പസമയത്തിനകം അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ റാന്നി ഭാഗത്തേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ വെള്ളം ഉയരുന്ന ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി ഉള്ള ഒരു അവലോകന യോഗമാണ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മൂഴിയാർ ഡാം തുറന്നിട്ട് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം കൂടി എത്തുമ്പോൾ എങ്ങനെ അതിനെ നേരിടാം, അല്ലെങ്കിൽ ഏത് തരത്തിലേക്കൊക്കെയും അത് പ്രതിസന്ധി ഉണ്ടാകുക, അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന കാര്യമാണ് ഇപ്പോൾ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചത് തന്നെ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വലിയ നഷ്ടമാണ് കാർഷിക രംഗത്തായാലും ഒപ്പം തന്നെ വ്യവസായ രംഗത്തായാലും ഒക്കെ ഈ റാന്നി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ സെന്റ് മേരീസ് സ്കൂളിന്റെ 1-ാം നില മുഴുവൻ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയാണ് റാന്നി മേഖലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴയിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ആശങ്ക എന്ന് പറയുന്നത് മൂഴിയാർ ഡാമിലെ ചെറിയ ഡാമാണല്ലോ, അവിടെ നിന്നുള്ള വെള്ളം എത്തിയാലും വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുമോ? അത് കുറച്ച് വെള്ളമേ എത്തുള്ളൂ. പക്ഷേ നിലവിൽ ഇവിടെ നല്ല രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം എത്തുകയും ഒപ്പം തന്നെ ശബരിമലയുടെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ സമയങ്ങളിൽ പെയ്ത മഴവെള്ളം കൂടി എത്തുമ്പോൾ ഒരു ആശങ്ക ഉണ്ടാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അവലോകന യോഗമാണ് ഇപ്പോൾ താലൂക്ക് ഓഫീസിൽ ചേരുന്നത്. ആ വെള്ളം വന്നാൽ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലേക്ക് പോയാൽ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന കാര്യമാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്.